സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഉപകാരപ്രദമായ ക്ലാസ്സുകളും മറ്റ് ഡാറ്റകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർ ആ ലിങ്കുകളെല്ലാം ഒന്ന് പരിശോധിക്കുക. സോ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് നമുക്ക് കടക്കാം. പോസ്റ്റ് മാർക്കറ്റ് പ്രധാന ഹൈലൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ വിക്സ് 10 മാസത്തെ അല്ലെങ്കിൽ 9 മാസത്തെ ഏറ്റവും ലോയിലാണ് വന്ന് നിൽക്കുന്നത്. ഇത് മാർക്കറ്റ് ഫോളിനുള്ള എല്ലാ സിഗ്നലുമാണ് നമുക്ക് തരുന്നത്. ഞാൻ അതിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മന്ത്ലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ വലിയ വിക്സിൻ്റെ വലിയ ഗ്രീൻ ക്യാൻഡിൽ കാണുന്നത് കൊറോണ സമയത്ത് മാർക്കറ്റ് വീണതാണ്. അതായത് മാർച്ച് മാസത്തിൽ മാർക്കറ്റിലുണ്ടായ 2020 മാർച്ചിലുണ്ടായിരുന്ന ഫോളിലാണ് ഇത്രയും വിക്സ് കയറിപ്പോയത്. അതായത് 90യുടെ അടുത്തൊക്കെയാണ് അത് എത്തിയത്. 86 വരെയും കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് പേര് കാശ് പേടിച്ച് മാറിയതും പിന്നീട് റെഡ് ലൈനിൽ വിക്സ് കുറഞ്ഞു വരുന്ന സമയത്ത് എല്ലാവരും കാശ് 1.8 10 ഉണ്ടാക്കിയതും ആ സമയത്തായിരുന്നു. സോ ഇവിടെ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് സ്ട്രൈറ്റ് 3 മാസമായിട്ട് വിക്സ് കുറഞ്ഞ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ അതിൻ്റെ ഒരു സൂചന കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, കുറഞ്ഞ് വന്നിട്ട് ഈ ഒരു ലെവലെത്തുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പമ്പ് ചെയ്ത് കയറിപ്പോയിട്ടുണ്ട്. എവിടെയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. സോ എൻ്റെ ഒരു അനുമാനത്തിൽ മാർക്കറ്റിൽ ഒരു വലിയ വീഴ്ച, നോർമലി വിക്സ് കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് എങ്ങോട്ട് പോയാലും വിക്സ് കയറും. അതായത് ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെങ്കിലും വിക്സ് വർദ്ധിക്കും. പക്ഷേ ഏറ്റവും വേഗത്തിൽ വിക്സ് വർദ്ധിക്കുക മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാകുമ്പോഴാണ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സൂൺ ഒരു വൻ ഫോള് മാർക്കറ്റിൽ വരും എന്നതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ 1, 2, 3 എന്ന് പറഞ്ഞ് വെച്ച് തരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഈ ഒരു അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് മാത്രമല്ല, ഇപ്പോൾ 2-3 ദിവസമായിട്ട് മാർക്കറ്റിൽ ഒരു ചലനം ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അതായത് മൊമെൻറ്റോ ഇല്ലാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥയിലും ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. മാർക്കറ്റിൽ ഹ്യൂജ് ഫോൾ ഉണ്ടാകും. കാരണം മൊമെൻറ്റോ ഇല്ലാത്ത സമയത്ത് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവരെയൊക്കെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. എന്തുകൊണ്ട് കയറുന്നില്ല എന്നൊരു പേടി വരും ഉള്ളിൽ. അവരൊക്കെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി മാർക്കറ്റിൽ ഫോൾ വരും. എന്തായാലും ഒരു കറക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് എന്നതാണ് ഇന്ത്യ വിക്സിൻ്റെ ഈ ഒരു ലെവൽസ് നമ്മളോട് വിളിച്ച് പറയുന്നത്. ഒരു പക്ഷേ ഫർദർ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ സെർച്ചിലൂടെ കൂടുതൽ ഡീറ്റെയിൽസ് ചിലപ്പോൾ മറ്റാരെങ്കിലും എന്നെപ്പോലെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതേപോലെ നിഫ്റ്റിയിൽ 22,500 എന്നുള്ള ഒരു ലെവൽ ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഇന്നും അതിൻ്റെ 484 വരെയൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ്. അതേപോലെ ഇന്ത്യ വിക്സ് ഒരു ചലനം ഉണ്ടാകണമെങ്കിൽ നിഫ്റ്റിയിൽ 22,500 മുകളിൽ പ്രോപ്പർ ക്ലോസിങ് കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതേപോലെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ് വരുന്നത്. സോ ഈ പ്രാവശ്യത്തെ PM നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. കോമ്പോസിറ്റ് ഫ്ലാഷ് PMI HSBC എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരത്തെ ഈവൻറ്റുകൾ വായിക്കുമ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഈ മാസം വന്നിരിക്കുന്നത് 62.2 ആണ്. കഴിഞ്ഞ മാസം അത് 61.8 ആയിരുന്നു മാർച്ചിൽ. ഇത് ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളപ്പോൾ ഈ ഡാറ്റയൊക്കെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യുക. നിങ്ങളുടെ എന്താ പറയുക, മാർക്കറ്റിനെ നോക്കി കാണുന്ന കാഴ്ചപ്പാട് മാറാൻ ഇതൊക്കെ നിങ്ങളെ സഹായിക്കും. ദെൻ ഷുഗർ സെക്ടർ ഇന്ത്യയിലെ ഇലക്ഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷുഗറിൻ്റെ കൺസപ്ഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ കൂടിയത്, വേനൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഷുഗർ സെക്ടറിൽ നല്ലൊരു ഡിമാൻഡ്, അതായത് പഞ്ചസാരക്ക് നല്ലൊരു ഡിമാൻഡാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ എക്സ്പോർട്ടിങ് ഓൾറെഡി ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ളത് കൺഫേം ആണ്. അതുപോലെ ലോക്കലി ഉള്ള ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഷുഗർ സെക്ടറിൽ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തേജസ് നെറ്റ്വർക്ക് ഇന്നലെ ഞാൻ റിസൾട്ട് വായിച്ചത് നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത് ഒറ്റയടിക്ക് 20% ആണ് കയറിപ്പോയത്. എന്നിട്ട് അപ്പർ സർക്യൂട്ട് അടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സ്റ്റോക്കായിരുന്നു അത്. അടിപൊളി മൂവ്മെൻ്റ് ആയിരുന്നു കിട്ടിയത്. ടാറ്റ കൺസ്യൂമർ ഇവിടെ ഒരു ടീം മിസ്സിംഗ് ആയിട്ടുണ്ട്. ടാറ്റ കൺസ്യൂമർ 217 കോടിയുടെ ഒരു പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിൽ നിന്നും 19% ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ₹7.75 പെർ ഷെയർ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വോഡാഫോൺ ഐഡിയയുടേത് ഇന്ന് രാവിലെ നമ്മൾ ഓൾറെഡി എന്താ പറയുക സംസാരിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഉള്ളത്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോ ജോൺസും S&P 500 നെസ്ഡാക്ക് എല്ലാം ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ FTSE ഗ്രീനിലാണ്, CSE എല്ലാം തന്നെ. യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പോയിന്റ് ഒന്നും അത്യാവശ്യം നല്ല പോയിന്റിലുള്ള ഗ്രോത്ത് തന്നെ കാണിക്കുന്നത്. ഏഷ്യ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 22,360 ട്രേഡിംഗ് നടക്കുന്നത്. 16 പോയിന്റ് റെഡിലാണ്.
ഗ്രീനിലാണ് ഇന്നത്തെ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിക്കി ആണെങ്കിൽ 113 പോയിന്റ് ഗ്രീനിലാണ്. മറ്റുള്ള എല്ലാ ഇന്ത്യൻ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഒഴികെ ബാക്കി എല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് നാളത്തെ മാർക്കറ്റ് വരുന്നത് എന്നുള്ളത്. ഇനി ഡയറക്റ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി 110 പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 99 പോയിന്റ്സിന്റെ അഥവാ 0.44% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,447 നിന്ന് 79 പോയിന്റ് നഷ്ടത്തിൽ 22,368 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ക്ലോസിംഗ് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റ് ബുള്ളിഷാണ്. ഇൻട്രാഡേയിൽ ഇന്ന് ലോസ് ആണെങ്കിൽ കൂടി ഇന്നലത്തെ ക്ലോസിംഗിന്റെ മുകളിൽ തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 15-ാം തീയതി 22,364 ക്ലോസിംഗ്, 16-ാം തീയതി 211, 18-ാം തീയതി 22,080, 19-ാം തീയതി 22,126, അതേപോലെ 22-ാം തീയതി 22,336, ഇന്നത് 22,368. എന്തായാലും ഇൻട്രാഡേയിൽ നെഗറ്റീവ് മൂവ്മെന്റ് ആണെങ്കിൽ കൂടി ഓവറോൾ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി പോകുന്നുണ്ട്. വളരെ ചെറിയ മൊമെന്റ് ആണ് കിട്ടുന്നത്. നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 18 എണ്ണം ഇന്ന് പ്രോഫിറ്റിലാണ് അവസാനിച്ചത്. അതേസമയത്ത് 31 എണ്ണം ലോസിൽ അവസാനിച്ച്, ഒരെണ്ണം ബ്രേക്ക് ഈവനായി നിന്നിട്ടുണ്ട്. ഗ്രാസിം, ഭാരതി എയർടെൽ, നെസ്ലെ ഇന്ത്യ, മാരുതി ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ മുകളിലോട്ട് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും സൺഫാർമ, BPCL, റിലയൻസ്, ഡോക്ടർ റെഡ്ഡി ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോയി. റിലയൻസ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന തന്നതാണ്. റിലയൻസിന്റെ റിസൾട്ട് അത്ര ഒരു നല്ല രീതിയിലല്ല വന്നിരിക്കുന്നത് എന്ന്. പക്ഷെ ഒട്ടുമിക്ക അനലിസ്റ്റുകളും ഒട്ടുമിക്ക പോർട്ടലുകളും ഇത് അനലൈസ് ചെയ്യുന്നത് മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് പല രീതിയിൽ വളരെ രസകരമായ രീതിയിലാണ് പലരും ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഓവറോൾ പ്രോഫിറ്റ് കുറവാണെങ്കിലും ഓയിൽ സെക്ടറിൽ വളരെ നല്ലൊരു ബൂമിങ് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ആ മൊത്തത്തിലുള്ള ഒരു നെഗറ്റീവ് സൈഡ് മറച്ചു വെച്ചുകൊണ്ട് പോളിഷ് ചെയ്യുന്ന രീതിയിലാണ് പലരും ഇത് റിപ്പോർട്ട് ചെയ്തതായി കണ്ടത്. തീർച്ചയായിട്ടും നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഒരു വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്കാണ് റിലയൻസ്. സോ അത് ഹോൾഡ് ചെയ്യേണ്ടത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നിഫ്റ്റിയിൽ ഈ ഒരു കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് ഡേയ്സിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 29 പോയിന്റിന്റെ ഗ്രോത്ത് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ മാസം ഏപ്രിൽ മാസത്തിൽ 87 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 19.6% ഒരു ഫോളാണ് രേഖപ്പെടുത്തിയത്. അതായത് ഒറ്റയടിക്ക് താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. ഇന്ന് 10.2 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ 10ന്റെ താഴോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ച് 15-ലോ 20-ലൊക്കെ വിക്സ് എത്താറുണ്ട്. ഇതുവരെയുള്ള ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആണ്. അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ടച്ച് ചെയ്തിട്ടേ ഇല്ല എന്നതും നാളത്തേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 48,300 ഓപ്പണായി 329 പോയിന്റ് നഷ്ടത്തിൽ 47,970 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,476 ഓപ്പണായി 141 പോയിന്റ് നഷ്ടത്തിൽ 21,334 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 74,049 ഓപ്പൺ ചെയ്തു 310 പോയിന്റ് നഷ്ടത്തിൽ 73,738 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 10,759 ഓപ്പൺ ചെയ്തു 23 പോയിന്റ് ലാഭത്തിൽ 10,782 ക്ലോസ് ചെയ്തു. എന്തായാലും മാർക്കറ്റുകൾ പല വിധത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 81.49 ഡോളറാണ് ഇന്നത്തെ ക്രൂഡ് ഓയിലിന്റെ റേറ്റ്. ഗോൾഡ് റേറ്റും താഴോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. 2,301 ഇന്നത്തെ ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത്. USD INR റേറ്റ് ഇന്ത്യൻ രൂപ ഒരു പരിധിവരെ നില മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. 83.34 രൂപ ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ വിനിമയ നിരക്ക്. US ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 25,144 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസവും ഇവർ നെഗറ്റീവ് തന്നെയായിരുന്നു. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 24,811 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 332 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 2.58% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ ഈ 2 സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ ബീസ്, IT ബീസ് ഇത് രണ്ടും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഫാർമ ബീസ്, ഗോൾഡ് ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഗ്രാസിം ഇന്ന് 3.9% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ആസ്റ്റർ DM 22.28% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ഗ്രാസിം, ഭാരതി എയർടെൽ,
ഇൻഡ് ഹോട്ടൽസ്, ICICI Pruli, IEX, Godrej Properties, Nestle India, Cummins India, Maruti, Tata Motors, Eicher Motors, HCL Tech ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആസ്റ്റർ DM, സൺഫാർമ, ഹിന്ദ് പെട്രോ, BPCL, റിലയൻസ്, PFC, മുത്തൂറ്റ് ഫിനാൻസ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഡോക്ടർ റെഡ്ഡി, ഹിന്ദാൽകോ, വേദാന്ത ലിമിറ്റഡ്, എമാൻഡം ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1372 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 852 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1 ആയി മാറിയിട്ടുണ്ട്. അതായത് ഒരു ന്യൂട്രലാണ് അത് സൂചിപ്പിക്കുന്നത്, ബുള്ളിഷോ അല്ല ബെയറിഷോ അല്ലാതെ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. 22,368 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 13 പോയിന്റ് താഴെയായിട്ട് 22,354 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 22,500 1 കോടി 12 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 22,000 ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്ന അവിടെ 1 കോടി 2 ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.9 ന്യൂട്രൽ അഥവാ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. 47,970 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 8 പോയിന്റ് താഴെ 47,962 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 48,000 കോൾ റൈറ്റിംഗ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. 50 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 47,000 32 ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ നടത്തിയിരിക്കുന്നത്. സോ മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെന്റിന് ഓപ്ഷൻ സെല്ലേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ആക്സിസ് ബാങ്ക്, LTI, മൈൻട്രി, മാക്രോടെക് ഡെവലപ്പേഴ്സ്, ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഡാൽമിയ, ഭാരത് ഇത്രയും സ്റ്റോക്കുകളാണ്. ഇതിൽ കൂടുതൽ സ്റ്റോക്കുകളുണ്ട്, പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ അതിനകത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഗ്ലോബൽ ഈവൻസ് നാളെ വരാനുള്ളത് നോക്കുകയാണെങ്കിൽ US API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക്, കൊറിയ കൺസ്യൂമർ കോൺഫിഡൻസ്, ഓസ്ട്രേലിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ഓസ്ട്രേലിയ മന്ത്ലി CPI ഇൻഡിക്കേറ്റർ, തുർക്കി ബിസിനസ് കോൺഫിഡൻസ് ഇത്രയും ഇവന്റുകളാണ് നാളത്തേക്ക് ഇതുവരെയായിട്ട് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഞങ്ങളുടെ ഒരു ഇൻട്രാഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ, പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 4 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 18 ട്രേഡിൽ നിന്നായിട്ട് 1:0.28 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 2.22% നഷ്ടം അഥവാ 13,349 രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ 2.8% ലോസ് ആണ്, ബാങ്ക് നിഫ്റ്റിയിൽ 2.2% ലോസ് ആണ്, ഫിൻ നിഫ്റ്റിയിൽ 1.4 ലോസ് ആണ്, അതേപോലെ മിഡ് ക്യാപ്പിൽ 3% ലോസ് ആണ്, സെൻസെക്സിൽ 3.1% ലോസ് ആണ്, അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ 700 റുപ്പീസിന്റെ ഒരു നഷ്ടമാണ് ഈ മാസം മൊത്തത്തിൽ. ഇത് രണ്ടാമത്തെ ട്രേഡിംഗ് ഡേയ്സിലാണ് ഞങ്ങൾ 2% ലോസുമായിട്ട് മാർക്കറ്റിൽ നിന്നും തിരിച്ചു വരുന്നത്. എന്നാൽ ഈ മാസം ഇതുവരെയായിട്ട് 28% പ്രോഫിറ്റ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ഒരല്പം മോശമായി കിടക്കുന്നത്. കാരണം 7.5% ഒരു ലോസ് ആണ് ഈ മാസത്തിൽ. ഇപ്പോൾ ഫയർ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. ഫയർ ഫൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള ഈ ലോസ് അവസാനിപ്പിച്ച് അതിനെ മന്ത് എൻഡ് ആകുമ്പോൾ ഇതൊരു ചെറിയ പ്രോഫിറ്റിൽ ബ്രോക്കറേജ് കൊടുക്കാനുള്ള കാശ് കിട്ടുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നതിനെയാണ് ഈ ഫയർ ഫൈറ്റിംഗ് കൊണ്ട് ഈ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സെല്ലേഴ്സിന്റെ ഫയർ ഫൈറ്റിംഗ് ഓൾമോസ്റ്റ് ഇതേ രീതിയിലാണ്. പൊസിഷൻ എന്താ പറയുക മാറ്റി എടുത്ത് ലോസ് വന്നതിന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ മുതൽ ഞങ്ങൾ ഫയർ ഫൈറ്റിംഗ് ആണ്. 7.5% ലോസ് ആണുള്ളത്. 7% റിക്കവർ ചെയ്തിട്ട് ഒരു 5% എങ്കിലും മിനിമം പ്രോഫിറ്റിലേക്ക് അതിനെത്തിക്കണം. അതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. സ്റ്റോക്ക് ഓപ്ഷൻസ് ഈ മാസം 32% പ്രോഫിറ്റ് ഉണ്ട്. അതേപോലെ സെൻസെക്സ് 69% ഉണ്ട്, നിഫ്റ്റിയിൽ 36% ഉണ്ട്. ഫിൻ നിഫ്റ്റിയും വളരെ വീക്കാണ്, 2.5% പ്രോഫിറ്റ് മാത്രമാണ് ഈ മാസം ഉള്ളത്. നിഫ്റ്റിയൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ റാസ് ലെവൽസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഘോരഘോരം പ്രസംഗിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം ഫിൻ നിഫ്റ്റിയിൽ ഓപ്പണിംഗ് ക്യാൻഡിൽ ഹൈയിൽ ഇന്നത്തെ ഡേ ഹൈ, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ലെവൽ ഞാൻ പറയുന്ന അതേ രീതിയിൽ ഡയറക്ഷൻ അതുപോലെ കിട്ടാറില്ലെങ്കിലും ഈ ലെവൽസ് ഒക്കെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാറുണ്ട്. സോ 21,472 മുതൽ 21,512 ഇടയിൽ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പറഞ്ഞു. ഡേ ഹൈ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ 21,472 അതിൻ്റെ അടുത്ത് റാസ് ലെവൽസ് ഉള്ളതുകൊണ്ട് ആ ഒരു സോണിൽ മാർക്കറ്റ് നിൽക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. അതേപോലെ തന്നെയാണ് 21,472 മുകളിലായിട്ട് 21,477 ഇന്ന് ഓപ്പണായി ഡയറക്റ്റ് ഫോൾ ആയിരുന്നു. നോട്ടറേറ്റ് സോണിലേക്ക് വന്ന് മാർക്കറ്റ് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത് കുറേ സ്റ്റോപ്പ് ലോസ് തിന്നതാണ് പോയത്. എന്തായാലും വളരെ ഒരു മോശപ്പെട്ട ഒരു അനുഭവമാണ് ഇന്നത്തെ ഫിൻ നിഫ്റ്റി മൂവ്മെന്റിൽ ഉണ്ടായത്. ദെൻ ഇന്നത്തെ ഓവറോൾ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നിഫ്റ്റിയിൽ സംഭവം നിഫ്റ്റി മുകളിലോട്ടാണ് ക്ലോസിംഗ് തന്നിട്ടുള്ളതെങ്കിലും വളരെ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് പോയി നിൽക്കുന്നത്. ഇനി 22,500 കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിൽ കയറുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നല്ലൊരു കാര്യം. 22,875 ഈ മാസം അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ്. ഒരു പക്ഷേ ചിലപ്പോൾ മാർക്കറ്റ് കയറി പോയിക്കൂടായില്ല. പക്ഷെ വിക്സിൽ പെട്ടെന്ന് ഉണ്ടായിരുന്ന ആ ഒരു ഡിക്ലൈൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കൊറോണ കാലത്ത് ഫോള് വരുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇവിടുത്തെ ഒരു ഡെയിലി ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വളരെ ചെറിയ രീതിയിൽ താഴോട്ട് വരും. പക്ഷേ ഇന്ന് വന്നതുണ്ടോ ഒറ്റയടിക്ക് 19% ഡിക്ലൈനാണ് അതിനകത്ത് രേഖപ്പെടുത്തിയത്. ഇതൊരു നല്ല സൂചന തന്നെയാണ് നമുക്ക് തരുന്നത്. കെയർഫുള്ളായിക്കോ, പൊസിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി, അതായത് വലിയ ലോസിലേക്ക് പോകാത്ത രീതിയിൽ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെയാണ് ഈ വിക്സ് നമുക്ക് സൂചന തരുന്നത്. ഞാനിവിടെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് അല്ല, ഞാൻ നിങ്ങളോട് സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ അഡ്വൈസ് ചെയ്യാനുള്ള ആളുമല്ല. മാർക്കറ്റിൽ കണ്ട കാര്യം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരും സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ പാടുള്ളതല്ല. ഇവിടെ കണ്ട ഒരു ഡാറ്റ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിഫ്റ്റിയിൽ അതേപോലെ തന്നെ ഇന്നും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഇതൊരു നല്ല ഒരു കാര്യമല്ല. നോർമലി ഇങ്ങനെ എപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ മാർക്കറ്റിൽ ഹ്യൂജ് ഫോളും വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ കെയർഫുള്ളായിട്ട് അലേർട്ടായിട്ട് ഇരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദെൻ നമുക്ക് സെൻസെക്സിലും അതേ രീതിയിൽ തന്നെ ഓൾമോസ്റ്റ് അതേ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ്. ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ നമുക്ക് ഇന്ന് ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. മിഡ് ക്യാപ്പ് ഓൾറെഡി അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതാണ് ഈ മാസത്തിൽ. സോ ഇവിടെ ഓൾമോസ്റ്റ് ഇന്നും അവിടെ പോയി ടച്ച് ചെയ്തിട്ടുണ്ട്. നാളെ എന്ത് വേണം എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും, ഈ സ്വിങ്ങിൻ്റെ ഇവിടെ വന്നു, ഇവിടെ ഹൈ ടച്ച് ചെയ്തു. ഇനി ഇത് വീണ്ടും ഒരു പുൾ ബാക്കിൻ്റെ ആവശ്യമില്ല, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ പുൾ ബാക്ക് വന്നിട്ട് ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകുന്നുണ്ട്. മാസം തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അതുപോലെ നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ഇന്ന് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺസ് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് വെറുതെ പോയി നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്ഥലങ്ങളിൽ ഈ സംഭവം നിങ്ങൾക്കായിട്ട് അത് കാണിച്ചു തരും, കൃത്യമായിട്ടും കാണിച്ചു തരും. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെയാണ് എന്നുള്ളത്. ഇവിടെ രണ്ടെണ്ണം ഒരുപോലെ വന്നിട്ടുണ്ട്. അത് നോക്കുക, ഹിസ്റ്ററിയിൽ പോയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ടും എന്താ പറയുക, നിങ്ങൾക്ക് പറഞ്ഞു തരും ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഇതാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. സോ ഈ പാറ്റേൺ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലായി. ഇത് മറ്റൊരു കാര്യം, ഈ രണ്ട് ക്യാൻഡിൽസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ തന്നെ വന്നിട്ട് മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിക്കുന്നല്ല. 1-2 ക്യാൻഡിൽസ് നെക്സ്റ്റ് വന്നിട്ട്, അതായത് മറ്റന്നാളോ അതിൻ്റെ ശേഷം വരാനുള്ള ഒരു സംഭവത്തെയാണ് ഇതിങ്ങനെ വന്നിട്ട് സൂചിപ്പിക്കുന്നത്. സോ അതൊരു കാര്യമുണ്ട്. അതേപോലെ നമുക്ക് ഇപ്പം ബാങ്ക് എക്സ് എന്തായാലും നമ്മൾ ട്രേഡ് ചെയ്യാത്തതുകൊണ്ട് വിട്ടുകളയാം. ഫിൻ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും ഇതേ ഒരു പാറ്റേണിൽ എൻഗൾഫിംഗ്, ബെയറിഷ് എൻഗൾഫിംഗ് എന്ന രീതിയിലേക്ക്, എന്നാൽ ഇന്നത്തെ ഓപ്പണിംഗ് ആണെങ്കിൽ മുകളിലുമാണ്, എന്നിട്ട് താഴോട്ട് വന്ന് ഇന്നത്തെ ലോയും ഇന്നത്തെ ഡേ ലോയും ഒരുപോലെ ആക്കി നിർത്തുന്ന ആ ഒരു സംഭവം, അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ എന്തോ വലിയത് സംഭവിക്കാനുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അതിനായിട്ട് നിങ്ങളും കെയർഫുള്ളായിരിക്കുക. കാരണം ഹ്യൂജ് ഇതിൽ 2-3 പൊളിറ്റിക്കലായിട്ടുള്ള, അതേപോലെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ ഒരു പ്രശ്നം അവിടെ നന്നായിട്ട് വരുന്നുണ്ട്. അവിടെ ഗോൾഡ് പ്രൈസിലും അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസ്, അതിൻ്റെ ഒരു ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ഇത്, ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങിൽ ഉണ്ടാവുന്ന ഒരുപാട് വെല്ലുവിളികൾ, ഇതൊക്കെ ഒരു ഭാഗത്ത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുകയാണ്. റൂളിംഗ് പാർട്ടിക്ക് തന്നെ ഭരണം വീണ്ടും കിട്ടുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏതൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്ററും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മുന്നോട്ട് വയ്ക്കുക. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഭരണം ഇനി കണ്ടിന്യൂഷൻ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ള പോളിസീസിലൊന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഇവരിപ്പോൾ പ്രോഫിറ്റിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ആ പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. ഇനി അതല്ല, ഭരണം മാറി വേറൊരു ഗവൺമെൻറ് ആണ് വരുന്നതെങ്കിൽ ആ വരുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എന്തൊക്കെയായിരിക്കും, ഇവരുടെ ബിസിനസ്സിന് ഏതെങ്കിലും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ അടുത്ത് പോളിസീസ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് വലിച്ചിട്ട് ഒന്ന് മാറി നിൽക്കും. പുതിയ ഗവൺമെൻറ് വന്നിട്ട്, അതായത് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് അവർക്കൊരു ചിത്രം കിട്ടിയിട്ടുണ്ടാവും ഗവൺമെൻറ് മാറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. മാർക്കറ്റിൽ ഫോള് വരുന്നുണ്ടെങ്കിൽ ഭരണ തുടർച്ചയ്ക്ക് സാധ്യത കുറവാണ്. സോ അതൊക്കെ നമ്മൾ ഇതിനകത്ത് കൂടി കൗണ്ട് ചെയ്തിട്ട് കൂട്ടിക്കിഴിച്ച് വരുമ്പോഴാണ് ഒരു പക്ഷേ മാർക്കറ്റിൽ ഒരു ഫോൾ ഉണ്ടാകുമോ എന്ന്. അതുകൊണ്ടാണ് വിക്സിൽ പെട്ടെന്ന്, കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ന്യൂസ് ഏറ്റവും ആദ്യം അറിയുന്നത് ഈ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഇവരാണ് ഏറ്റവും ആദ്യം ന്യൂസ് അറിയുന്നത്. ഈ ചാർട്ടുകൾ അറിഞ്ഞതിന് ശേഷമാണ് പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തിട്ടോ നമ്മൾ അറിയുന്നത്. കാരണം ഏറ്റവും പ്രഗത്ഭരായ അനലിസ്റ്റുകൾ അവിടെ ഇരുന്ന് അവർ ആദ്യം ന്യൂസ് കിട്ടിയ ഉടനെ തന്നെ അവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടതാണ്, അത് അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യേണ്ടതാണ്, ബിൽഡപ്പ് അത് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൈസിൽ മൂവ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ പോയിട്ട് ന്യൂസ് നോക്കുക. ആ സമയത്തേക്ക് ന്യൂസ് വരുന്നുണ്ടാവും, ഏകദേശം റിലീസായിട്ട് പുറത്തേക്ക് എത്തുന്നുണ്ടാവും. നമ്മൾ ഫ്രഷ് ആയിട്ട് വായിക്കുകയും ചെയ്യും. വായിക്കുമ്പോഴത്തേനും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഏറ്റവും നല്ല
നല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ന്യൂസ് ആദ്യം അറിയുന്നത് പ്രൈസ് ആക്ഷനാണ്. സോ പ്രൈസ് ആക്ഷനെ വാച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ന്യൂസ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊക്കെ ഉള്ളത്. സോ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കുന്നത് 1111 പേരാണ്. നല്ല ഫാൻസി നമ്പറാണ്. 1111 പേരാണ് ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിട്ടുള്ളത്. ദെൻ ഇവിടെ ഈ ചാനൽ ഇതുവരെയായിട്ട് 9580 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 640 പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു യാത്രയാണ്. 26 കമൻറ്റുകളിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം വായിക്കാട്ടോ. ബാക്കി എല്ലാവർക്കും താങ്ക് യു ഉണ്ട്. എന്തായാലും വളരെ യൂസ്ഫുള്ളാണ്. ട്രാവലർ മലയാളം, രഞ്ജിത്ത് ദെൻ ഇതാരാണ്, സതീശൻ ജി ആൻഡ് സജിത് തമ്പുരു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ഓക്കെ, ഇവിടെ ഏതോ ഒരു കമ്പനിയെ കുറിച്ച് ഷംനാഥാണ് എഴുതിയിരിക്കുന്നത്. എനിക്കത് ഇവിടെ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കമൻറ്റ് റിമൂവ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കമ്പനിയെക്കുറിച്ചോ ഒരു സ്ഥാപനത്തെക്കുറിച്ചോ മറ്റോ നെഗറ്റീവായിട്ട് എഴുതിയതാണ്. സോ അത് ഇവിടെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു നല്ലതാവില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രീതി TV പറഞ്ഞ് കുറേ ആഴ്ചകളായി ട്യൂസ്ഡേ നെഗറ്റീവാണ്. തീർച്ചയായിട്ടും ഇന്നും നെഗറ്റീവായിട്ട് തന്നെയാണ് അത് പോയിരിക്കുന്നത്. മുരുകദാസൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്പൺ ചെയ്തതിൽ നിന്നും 50 പൈസ കുറവ്. ഇതെന്ത് പോസിറ്റീവാണ് സർ? പോസിറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നത്തെ ക്ലോസിംഗ് വരെയുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് 100 പോയിന്റൊക്കെ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. ഇൻട്രാഡേ നോക്കുമ്പോൾ ഇന്ന് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് ഇന്നത്തെ ക്ലോസിംഗ് നോക്കുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ കൂടുതലും വായിക്കാറുള്ളത് ഇന്ന് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇന്ന് ക്ലോസ് ചെയ്ത വരെയുള്ള ഒരു അവസ്ഥയാണ്. സോ പലപ്പോഴും ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാലും നിങ്ങൾ മറ്റുള്ള സൈറ്റുകളിലൊക്കെ നോക്കുമ്പോൾ അവിടെ ഇന്നത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നത്തെ ക്ലോസിങ്ങിലേക്ക് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടായിരിക്കും ഡാറ്റ കാണുന്നത്. ബാക്ക് ബെഞ്ചർ താങ്ക് യു വെരി മച്ച്. അപ്പോൾ കമൻറ്റ് ഇട്ട് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ രാവിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ രാവിലത്തെ വീഡിയോയിൽ മൊത്തം കണ്ടിരിക്കുന്ന 492 പേരാണ്. 13 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിൽ മഹീസ് ട്രാവൽ ബ്ലോഗ് സർ SL വെക്കുന്നത് SL പ്രൈസും ട്രിഗർ പ്രൈസും സെയിം ആണ് വെക്കാറ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇത് പലപ്പോഴും ഒരു ഹ്യൂജ് ഫോൾ വന്നത്, അതായത് വളരെ ഫാസ്റ്റായിട്ട് ഒരു 2% ഒക്കെ ഫോള് ഏതെങ്കിലും സ്റ്റോക്കിലോ ഇൻഡെക്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. നിങ്ങളവിടെ ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ടാവും. കാരണം ഇതിന് അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് കിട്ടില്ല. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ ട്രിഗർ പ്രൈസും വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രൈസ് ഇങ്ങനെ ഇപ്പം മാർക്കറ്റ് പ്രൈസ് 100, 90, 80 എന്ന് പറഞ്ഞ് ഇറങ്ങി വരികയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് 95 രൂപയിൽ ട്രിഗർ പ്രൈസും 94 രൂപയിൽ പ്രൈസും വെച്ചിട്ടുണ്ടെങ്കിൽ 100-ൽ നിന്നും 90-ലേക്ക് പോകുന്ന പ്രൈസിന് നമ്മുടെ പ്രൈസിൻ്റെ ഇടയിൽ സ്റ്റോപ്പില്ല. അതുകൊണ്ട് തന്നെ അത് ട്രിഗർ ആവില്ല. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻഡെക്സ് ട്രേഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വൊളാറ്റൈൽ ദിവസങ്ങളിൽ കുറച്ചധികം ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കുക. ഒരു 3 രൂപ 4 രൂപ നോർമലി അതിന് 1% റൂൾ ഓഫ് 1% എന്നാണ് പറയുക. 500 രൂപ പ്രൈസ് പ്രീമിയം ഉള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രിഗർ പ്രൈസും തമ്മിൽ 5 രൂപയുടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയാറുള്ളത്. സോ ആ രീതിയിൽ അതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ജമ്പിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇല്ലാതായി കിട്ടും. ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് കമൻറ്റുകൾ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ അതുവഴി ഈ ചാനലും ഉപകാരപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതിനെ ഫോം ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങളുടെ കമൻറ്റും എല്ലാ നിർദ്ദേശങ്ങളും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാം, ഇത് അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറയാം. ഇപ്പോൾ കമൻറ്റ് വായിക്കുന്നതിൽ പോലും ഓരോരുത്തർ എന്നോട് അഡ്വൈസ് ചെയ്തതാണ് എല്ലാ കമൻറ്റും വായിക്കേണ്ട, താങ്ക് യു പറയാൻ നിൽക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം വായിച്ചാൽ ഞാൻ അത് രീതിയിലാണ് ചെയ്യുന്നത്. സോ ഇതാണ് നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് ഇത് മോൾഡ് ചെയ്യപ്പെടുന്നത്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. രാവിലെയും വൈകുന്നേരം അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടാണ് ന്യൂസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. പറയുന്നത് പോലെ സംഭവിക്കണം എന്ന ഒരു നിർബന്ധമില്ല എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.